എൻ്റെ പേര് രാജമ്മ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകളാണ്. മകളുടെ കൂട്ടുകാരിൽ നിന്നാണ് അറിഞ്ഞ് ഇവിടെ വന്നത്. പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. അപ്പം ഞാൻ അവളിങ്ങനെ മോള് പറഞ്ഞപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം കിട്ടുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 ദിവസം ഞാൻ രാവിലെയും വൈകിട്ടും അവളുടെ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം കിട്ടി. 13 വർഷമായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം കിട്ടാൻ തുടങ്ങി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ സ്ഥലവും പെരയും ജപ്തിയുടെ വക്കിലായിരുന്നു. 15 വർഷമായി ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ നിവൃത്തിയില്ലായിരുന്നു. മകന് സുഖമില്ലാത്തത് കൊണ്ട് അത് അടവ് തെറ്റി മുടങ്ങിക്കിടക്കുകയായിരുന്നു. യാതൊരു നിവൃത്തിയില്ലായിരുന്നു അടയ്ക്കാൻ. അതേപോലെ എൻ്റെ ചെറിയ മകൻ്റെ സ്ഥലവും പെരയും അതും കടത്തിലായിരുന്നു. അങ്ങനെ അവനും ജപ്തിയിലായി. അവൻ വാടകയ്ക്ക് പോയി. അപ്പം ഞാൻ ആകെ വിഷമത്തിലായി. എൻ്റെ സ്ഥലവും പെരയും പോകും. ജപ്തി നോട്ടീസുമായിട്ട് അവർ വന്നു കഴിഞ്ഞപ്പം ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ഒരു 10 ദിവസത്തെ അവധി കൂടെ ചോദിച്ചു. ഈ കാശ് രൂപവും കൈപ്പിടിച്ച് അമ്മയോട് കുറേ കരയും പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ എൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റണം കടം വീട്ടാൻ, അല്ലെങ്കിൽ എൻ്റെ കടം എൻ്റെ അമ്മ വീട്ടിൽ തരണം. ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കരഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ 17-ാം തീയതി വരെയാണ് അവരെനിക്ക് അവധി തന്നു. 17-ാം തീയതി അവധി തന്നു. 14-ാം തീയതി ആയപ്പം എൻ്റെ അമ്മാവൻ്റെ മക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അയച്ചു കൊടുത്തു. 9 ലക്ഷം രൂപയുണ്ടായിരുന്നു കടം. എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവരെനിക്ക് ആ പൈസ തന്ന് എൻ്റെ കടം വീട്ടി എൻ്റെ ആധാരം എടുത്തു തന്നു. അപ്പം ഞാൻ അമ്മയോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ആധാരം എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ ആൽത്താരയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടുകുത്തി എൻ്റെ ആധാരവും കൈ പിടിച്ച് ഞാൻ അമ്മയുടെ ഇവിടെ ആൽത്താരയിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനത് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ വന്നിരുന്നു. അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ആധാരം രാത്രിയിലാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വന്നു. ഞാൻ അവിടുന്ന് മുട്ടുകുത്തി ഞാൻ ഇവിടെ വരെ നീന്തി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാനിപ്പോൾ വരുന്നത് അമ്മയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഉടമ്പടി പുതുക്കാനായില്ല ഇപ്പോൾ വന്നത്. പിന്നെ എൻ്റെ മോൻ്റെ സ്ഥലവും പോയിട്ട് അവൻ വാടകയ്ക്ക് പോയപ്പോൾ ഞാൻ ഇതേപോലെ അമ്മയോട് കരയും ചെയ്തു, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞും വാടകയ്ക്ക് ഇറങ്ങുകയാണല്ലോ എന്ന്. അവനൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങാനൊരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് 10 സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ള വഴി അമ്മ ഒരുക്കി തന്നു. അവന് 10 സെൻറ്റ് സ്ഥലവും വാങ്ങിക്കൊടുത്തു. ഇനി അവനതിലൊരു പെര വയ്ക്കണം. അങ്ങനെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ എനിക്കൊരു കിണറില്ലായിരുന്നു. ഫസ്റ്റിലത്തെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ 5-6 വീട്ടുകാർക്ക് കിണറും വെള്ളവും ഇല്ലായിരുന്നു. ഞങ്ങൾ ജലനിധിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ശേഷം ഞാനത് ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവിടെ ഒരാൾ വന്നിട്ട്, ഒരു സാറ് ദൈവത്തെ പോലെ വന്ന് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ കുത്തി തന്നു. അത് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളം കിട്ടാൻ താമസിച്ചപ്പോൾ എല്ലാവരും അതും ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറി വീട്ടിൽ കയറി വന്ന് ഞാൻ ജപമാല ചൊല്ലി തീരുന്നതിന് മുമ്പ് തന്നെ വെള്ളം കണ്ടു. ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളമായി. അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.